അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമാകുന്നു. അങ്ങയുടെ പാതയുടെ ഇതാ അടിയൻ നിന്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ബിജിമോളെ ഡിക്സിമോളെ അങ്ങയുടെ കരങ്ങളിൽ ഏർപ്പിക്കുന്നു. ആയുസിൻ്റെ ഇന്ന് വരെ മാത്രമല്ല അമ്മയുടെ ഉദരം മുതൽ ഈ 50 വയസ്സ് വരെ നിന്റെ കുഞ്ഞുങ്ങളെ വേണ്ടതെല്ലാം നന്മകളും കൊടുത്ത് ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് നീ നിലനിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. നീ അവർക്ക് 2 പേർക്കും പഠിക്കുവാൻ ബുദ്ധി കൊടുത്തു, ജോലി കൊടുത്തു, കുടുംബജീവിതം കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ശേഷിക്കുന്ന നാളുകളെ യഹോവയിൽ ആശ്രയിച്ച് ജീവിപ്പാനും മറ്റുള്ളവരെ സഹായിപ്പാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാനും നിന്റെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി കണ്ട് സന്തോഷിപ്പാനിടയാക്കണമേ. നിന്റെ മക്കളുടെ യാത്രയിലെ പോക്കിലെ വരവിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പാൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളുടെ കർത്താവെ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെയും ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. ശേഷിക്കുന്ന നാളുകൾ കർത്താവെ നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. സന്തോഷവും സമാധാനമുള്ള കുടുംബജീവിതം കൊടുത്ത് സഹോദര സ്നേഹം കൊടുത്ത് എല്ലാവരെയും സ്നേഹിപ്പാനുള്ള ഹൃദയം കൊടുത്ത് അവരെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ അടിയൻ്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ അടിയനെ ഒരുക്കണമേ. അടിയൻ്റെ കുറവോർത്ത് അവരെ ആരെയും ശിക്ഷിക്കല്ലേ കർത്താവേ. അടിയൻ്റെ ആഗ്രഹം നിന്റെ കുഞ്ഞുങ്ങൾ ദൈവമുള്ളവരായി ജീവിക്കണമെന്ന് മാത്രമാണ്. ഭൂമിയിൽ നീ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നല്ലോ. ആ ജ്ഞാനം കൊടുത്ത് അവരെ വഴി നടത്തണമേ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹായ് ബിജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിക്ക് ഇന്ന് 50 വയസ്സ് തികയാണ്. അത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു നിൻ്റെ ജനനവും കാര്യങ്ങളും എല്ലാം. കാരണം നീ പാലക്കാട് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് അമ്മ നിന്നെ പ്രസവിക്കുന്നത്. അന്ന് അതിസുന്ദരിയായ ഒരു കുഞ്ഞിപ്പെണ്ണായിട്ടാണ് നിന്നെ ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അന്ന് ഞാനൊരു 14 വയസ്സുകാരിയാണ്. വളരെ സന്തോഷമായിരുന്നു നിന്നെ അന്ന് കിട്ടുമ്പോൾ. കാരണം നീ ഞങ്ങൾക്കൊരു കുഞ്ഞനുജത്തിയായി അന്ന് മുതൽ ഞങ്ങൾ നിന്നെ വളർത്തിയെന്ന് തന്നെ പറയാം. വളർത്തി ഇന്ന് വരെയും അന്ന് കളിക്കുട്ടികാരിയായും അനിയത്തിയായും എല്ലാം നല്ല രീതിയിൽ നമ്മൾ ജീവിച്ചു. ഇന്ന് വരെയും എന്നും ഇനി അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ വകയായിട്ട് 1000 പിറന്നാൾ ആശംസകൾ. എന്നും ഇങ്ങനെ കുറേ കാലം സമാധാനവും സന്തോഷവുമായിട്ടൊക്കെ ജീവിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. എല്ലാ സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ. ചേച്ചി, എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ചേച്ചിയെ കുറിച്ച്. ഇപ്പോ ബൈജുങ്ങളും മമ്മീനോട് വീഡിയോ അയക്കാൻ പറഞ്ഞപ്പോ എനിക്ക് ആദ്യം ഓടി വന്നത് എന്റെ ചെറുതിൽ തുടങ്ങി. എന്റെ മാത്രല്ല, ഞങ്ങളുടെ ജനറേഷനിലുള്ള എനിക്ക് തോന്നും, എനിക്കാണെങ്കിലും സിൻസി ചേച്ചിക്ക്, പൊന്നിക്ക്, അലീനയ്ക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ചേച്ചീനെ പോലെ ഇൻഡിപെൻഡന്റ് ആവണം, ചേച്ചി നടക്കണം. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ഫാസിനേറ്റിംഗ് ആയിരുന്നു ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും കാണാൻ വേണ്ടി. ചേച്ചി നാട്ടിൽ വരുമ്പോ ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കും, എന്താ അടുത്ത് ചെയ്യണേ, നമുക്കിങ്ങനെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട്. അപ്പൊ ചേച്ചി എപ്പോഴും ഞങ്ങൾക്ക് ഒരു റോൾ മോഡലായിരുന്നു. ഒരു ഇൻഡിപെൻഡന്റ് ആയി നല്ല ജോലി മേടിച്ച് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ജീവിക്കണം എന്നുള്ളൊരു സംഭവം ചേച്ചിയിൽ നിന്നാണ് ഞങ്ങൾക്കത് കിട്ടിയേക്കുന്നത്. പിന്നെന്താ, ഞങ്ങൾക്ക് എപ്പോഴും ചേച്ചി എന്ന് പറയുമ്പോ ഒരു ഇതായിരുന്നു. എപ്പോഴും ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കുന്ന എന്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, കുഞ്ഞിലെ തുടങ്ങി ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു. ബിച്ചേച്ചി ഇട്ടേക്കുന്ന എന്ത് നെയിൽ പോളിഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. എന്തായാലും ചേച്ചി ഇപ്പോഴും അങ്ങനെ ഇപ്പം 50 എന്നൊക്കെ പറയുമ്പോഴാണ് ഞാൻ ഇങ്ങനെ 50 എന്നാവുന്നത്. ചേച്ചിയെ കണ്ട എന്തായാലും ഒരു 30s ആണ്, അതിൽ കൂടുതലൊന്നും പറയില്ല. അപ്പോ ചേച്ചി ഇതുപോലെ തന്നെ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആൻഡ് സെക്സി ആൻഡ് ഹോട്ട് ആയിട്ടൊക്കെ ഇരിക്കട്ടെ. എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ ചേച്ചി. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. ബൈ. Hi dear Biji. Hi, how are you? Happy birthday. ജീവിതത്തിന്റെ സ്വർണ്ണ അധ്യായമായ 50ാം പിറന്നാളിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയും എന്നും
ജീവിതത്തിലുണ്ടാകട്ടെ. യുവത്വവും സൗന്ദര്യവും ഒന്നും നിലനിൽക്കട്ടെ. May God bless you with joy, peace and happiness. Once again, many happy returns of the day. Love you. Happy birthday, dear. Thank you so much. പ്രിയ വിജി, 50ാമത് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ബിജിക്ക് ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള ജന്മദിന ആശംസകൾ നേരുന്നു. ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും അങ്ങനെ ഓരോ വർഷങ്ങൾ കടന്ന് ആ നാടിനും ഞങ്ങൾക്കുമൊക്കെ സന്തോഷവും സമൃദ്ധിയും നൽകുന്ന ജന്മദിനം ഇനിയും ഉണ്ടാകട്ടെ. 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് അലന് അങ്ങോട്ടിപ്പോൾ പോയിരിക്കുക, അവനില്ല. ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി ഈ മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ക്ഷമയും ചോദിക്കുന്നു. ബൈജുവിൻ്റെ ഈ പ്രത്യേകമായിട്ടുള്ള അഭ്യർത്ഥനയെ പ്രത്യേകം മാനിക്കുകയും താമസിച്ചു പോയതിലുള്ള ക്ഷമ പറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Happy birthday, Bicheji. When my mom told me the other day that we were gonna wish you a happy 50th birthday, I was so surprised because last time I saw you like a year ago, you were so young. Yeah, and now here we are to wish you a very happy birthday. Hope you have a good year ahead. God bless you. പിന്നെ ബിച്ചേച്ചിയോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. എനിക്കിപ്പോൾ അത് പറയാൻ പറ്റി. ഐ നീഡ് ടു താങ്ക് ബിച്ചേജി. ഞാനിപ്പോൾ ഇവിടെ കാനഡയിൽ വരാനും ഞാനിപ്പോൾ ഒരു ഹാപ്പി ഫാമിലിയുടെ കൂടെ നിൽക്കാനും വൺ ഓഫ് ദ റീസൺ ഇസ് ബിച്ചേജി. ബിക്കോസ് ഞാനൊരു നേഴ്സ് ആയത് ഞാൻ ബിച്ചേജിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാനൊരു നേഴ്സ് ആയത്. ഇറ്റ്സ് ബിക്കോസ് ചേച്ചി ഒന്നും പറഞ്ഞിട്ടല്ല, ബട്ട് ചേച്ചി പണ്ട് ബോംബെയില് ചേച്ചി നഴ്സിംഗ് പഠിച്ചത് ബോംബെയിലാണ്. ചേച്ചി അവിടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ചേച്ചി വെക്കേഷൻ അല്ല, ചേച്ചിയുടെ ഓഫ് ഡേയ്സിൽ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. സോ ചേച്ചി വരുമ്പം ചേച്ചി ദ വേ ഷി പുട്ട് ഹെർ സെൽഫ് ടുഗെദർ, ചേച്ചിനെ കാണുമ്പോഴല്ലേ അതെല്ലാം ഒരു എന്താ പറയാ, ഷി വാസ് സോ ഇൻഡിപെൻഡന്റ് ഇൻ ഹെർ യങ് ഏജ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഐ ഷുഡ് ബിക്കം ലൈക്ക് ഹെർ. അങ്ങനെ ആ ഒരു മോട്ടിവേഷൻ കാരണമാണ്, ആ ഒരു ഇൻസ്പൈറേഷൻ കാരണമാണ് ഞാൻ നഴ്സിംഗ് എടുത്തത്. ഇനീഷ്യലി മൈ പേരൻസ് were not happy with my decision, but I'm sure now they are not regretting for that, because എന്റെ പഠിത്തം കഴിഞ്ഞ് എനിക്ക് സെക്കൻഡ് ഡേ തന്നെ ജോലി കിട്ടി. I was not even a single day without like job. So I'm so grateful that I took up this position. ഞാൻ ചേച്ചിയുടെ പോലെ ഒരു നേഴ്സായി, ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ് റൈറ്റ് നൗ. ചേച്ചിക്ക് ഓർമ്മയില്ലായിരിക്കും, പക്ഷേ ചേച്ചിയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വാനിറ്റി യൂസ് ചെയ്യുന്നത് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ ചുരിദാർ വെയർ ചെയ്യുന്നത് ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടാണ്. സോ എൻ്റെ ഫസ്റ്റ് ഗിഫ്റ്റ്, ഫസ്റ്റ് വാനിറ്റി, ഫസ്റ്റ് ചുരിദാർ എല്ലാം ചേച്ചിയുടെ വകയാണ്. ചേച്ചി അത് ഓർക്കുന്നില്ലായിരിക്കും, പക്ഷെ ഞാൻ ഇതെല്ലാം ചെറിഷിങ് മൂമെന്റ് ആയിട്ട് വെച്ചേക്കുവാണ്. സോ ഐ എം സോ ഹാപ്പി ചേച്ചിക്ക് വേണ്ടി ഇങ്ങനെ ഒരു വിഷസ് പറയാൻ പറ്റിയത്. എന്റെ ഹസ്ബൻഡിന്റെ വകയും നോജന്റെ വകയും ഒരു ബെസ്റ്റ് വിഷസ്. ഹീസ് ഇൻ US നൗ. സോ നോജനും പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് വിഷ് ചെയ്യാൻ. സോ വൺസ് അഗെയിൻ ചേച്ചിനെ എന്താ പറയാ, ബെസ്റ്റ് വിഷസ് വിഷ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. ഹോപ്പ് യു കീപ് cherishing and stay always young. Thank you so much. Bye. Hope you have a great birthday. God bless you. ഹാപ്പി ബർത്ത്ഡേ ബിച്ചേജി. അങ്ങനെ 50 അടിച്ചു ബിച്ചേജിക്ക്. ഇനി ഇത്രയും നാളത്തെ 50s അടിപൊളിയായിരുന്നു. ഇനി വരാൻ പോകുന്ന 50s അടിപൊളിയായിരിക്കാമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെന്തോ, എൻജോയ് യുവർ 50s. വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ബിച്ചേജി. Hi Bicheji, this is Emma with you, and this is my family. We wish you all many happy returns of the day for your 50th birthday. God bless you. Happy birthday to you, Chibeta Deji.
छोटी छोटी खुशियों में खोए हुए हम, सारे लगे संग जिंदगी के रंग। आंखों की खुशी ना जाए जाए ना ये ढल, जी ले हर पल किसने देखा है कल।